സേവന രംഗത്ത് വ്യത്യസ്തനാവുകയാണ് തലശ്ശേരിയിലെ യുവ ഡോക്ടറായ അശ്വിൻ. തന്റെ തിരക്കിനിടയിൽ എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച അശ്വിൻ കോഴിക്കോട് നിന്നും തലശ്ശേരിയിലേക്ക് വണ്ടി കയറുന്നതിന് പിന്നിൽ ഒരു കടപ്പാടിന്റെ കഥയുണ്ട്. ആതുര സേവന രംഗത്ത് ഡോക്ടർ അശ്വിൻ പകർന്നു നൽകുന്ന മാതൃക നാളേക്കുള്ള കാത്തുവയ്പ്പാണ്. തലശ്ശേരിയിൽ ജനിച്ചു വളർന്ന യുവ ഡോക്ടറായ അശ്വിൻ കോഴിക്കോട്ടേക്ക് പറിച്ചു നട്ടിട്ടും തന്റെ നാടിനോട് കാണിക്കുന്ന കടപ്പാടിന് സ്നേഹത്തിന്റെയും സേവനത്തിന്റെയും സ്പർശനമുണ്ട്. കോഴിക്കോട് ഡോക്ടർ മോഹൻസ് ഡയബറ്റീസ് സ്പെഷ്യാലിറ്റി സെന്ററിലെ ചീഫ് കൺസൾട്ടന്റായ ഡോക്ടർ അശ്വിൻ ഞായറാഴ്ച ദിനം മാറ്റിവെക്കുകയാണ് തന്റെ നാടിനു വേണ്ടി. അന്നേ ദിവസം അശ്വിനെ കാത്തിരിക്കുന്നത് നിരവധി പേരാണ്. രാവിലെ 6 മണി മുതൽ തുടങ്ങും സൗജന്യ ചികിത്സ. അത് രാത്രി വരെ നീളും. കാത്തുനിൽക്കുന്ന അവസാന രോഗിയെയും പരിശോധിച്ചാണ് മടക്കം. പ്രായവ്യത്യാസമില്ലാതെ അശ്വിനെ നിരവധി പേർ കാത്തിരിക്കുന്നുണ്ട്. ഇന്നത് 5 ആണ്ട് പിന്നിടുന്നു. ഞാൻ ഉള്ള കാലത്തോളം തുടരണമെന്നാണ് ആഗ്രഹം. കാരണം നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹമായിട്ട് തുടങ്ങിയതാണെങ്കിലും ഇന്നെനിക്കിതൊരു പാഷനും കൂടിയാണ്. കാരണം ഒരു സേവനം ഡോക്ടർ എന്നുള്ള നിലയിൽ സമൂഹത്തിന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കാര്യം സേവനമാണ്. നമുക്കൊരു പ്രതിഫലേച്ഛയില്ലാതെ നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു പ്രൊഫഷനായിട്ടാണ് ഞാൻ മെഡിക്കൽ പ്രൊഫഷനെ കാണുന്നത്. ഡോക്ടറുടെ സേവനമറിഞ്ഞ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരെ ഇപ്പോൾ ആളുകൾ എത്തുന്നുണ്ട്. രോഗം മാറിയെങ്കിലും ഡോക്ടറോട് സംസാരിച്ചും ആരോഗ്യവിവരം പങ്കുവച്ചും ആശ്വാസം കണ്ടെത്തുന്നവരുമുണ്ട് അക്കൂട്ടത്തിൽ. അവർക്കൊരു 88-90 വയസ്സായിട്ടുണ്ടാവും. അവർക്ക് കാര്യമായിട്ട് അസുഖങ്ങളൊന്നും ഇല്ല. എന്നാലും മാസം എന്നെ ഒന്ന് ചെക്കപ്പ് എന്നുള്ള പേരിൽ കണ്ടുപോകുന്നുണ്ട്. മരുന്ന് പോലും ഞാൻ കുറിക്കാറില്ല. പക്ഷെ എല്ലാ മാസവും തുടർച്ചയായിട്ട് ഈ 5 വർഷം അവരെന്നെ വന്ന് കാണാറുണ്ട്. അതുപോലെ ഒരുപാട് പേര് അവിടെ ജസ്റ്റ് എന്നെ കാണാനും പരിചയം പുതുക്കാനും രോഗങ്ങൾക്ക് മാത്രമായിട്ടല്ല അവരോട് സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അവർക്കും എനിക്കും അത് പങ്കിടാനും കൂടിയാണ് ഈ ഒരു അവസരം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശോധനയ്ക്ക് മാത്രമായി ഡോക്ടർ അശ്വിൻ കോഴിക്കോട് നിന്ന് എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച തലശ്ശേരിയിലെ SN പുരം ശ്രീനാരായണ ലൈബ്രറിയിലെത്തും. അത് തനിക്ക് നൽകുന്ന ആത്മസംതൃപ്തി ചെറുതൊന്നുമല്ല എന്നാണ് അശ്വിൻ പറയുന്നത്. ഇന്ത്യയിലെ ജനങ്ങൾക്കിടയിൽ മാതൃകാപരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഡോക്ടർമാരുടെ അനുഭവക്കുറിപ്പുകൾ ഉൾക്കൊള്ളിച്ച് ബർമിംഗ്ഹാം യൂണിവേഴ്സിറ്റി പുറത്തിറക്കിയ ജേണലിൽ അശ്വിന്റെ ലേഖനവുമുണ്ട്. ജനറൽ മെഡിസിൻ പൂർത്തിയാക്കിയ ശേഷം പ്രമേഹ ചികിത്സയിൽ ഉന്നത പഠനവും അശ്വിൻ പൂർത്തിയാക്കി കഴിഞ്ഞു. ഭാര്യ ഡോക്ടർ പ്രിയങ്ക കശ്യപനും മകൾ ഇഷാൻവി അശ്വിനുമൊപ്പം കോഴിക്കോട്ടാണ് ഇപ്പോൾ സ്ഥിരതാമസം. ഉത്തരവാദിത്തം ഭംഗിയായി നിറവേറ്റാൻ കഴിയും വരെ തന്റെ നാടിനോടുള്ള സ്നേഹം തുടരുമെന്നാണ് ഈ യുവ ഡോക്ടർ പറയുന്നത്. മേഘ മാധവൻ, കൈരളി ന്യൂസ്, കോഴിക്കോട്.